ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണോ? നമുക്കിവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഒരു 5 മണി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ അതാ രാവിലെ നീച്ച് കിച്ചണിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ചായ ഇവിടെ തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉള്ളിയും ക്യാരറ്റും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഒരു ചെറിയ ഉള്ളിയും കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ മുത്തുമണികളും നമുക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാട്ട് സപ്പോർട്ട് ചെയ്യുകൊണ്ട്. അങ്ങനെ അതാ നമ്മളതൊക്കെ അരിഞ്ഞവിടെ വെച്ചു. ഇനിയിപ്പോൾ അതാ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് കാണണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് അതാ ചായ തിളപ്പിച്ചവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ കുറച്ച് സമയം അവിടെ അടച്ച് വെച്ചു കേട്ടോ, അത് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2.5 കപ്പ് റവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം 2.5 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തത്. കറക്റ്റ് അളവാണ് കേട്ടോ. പാകത്തെ വേവും ആയി കിട്ടും. ഞാൻ കാണിച്ചു തരാം വന്നിട്ട്. അങ്ങനെ അതാ വെള്ളമൊക്കെ തിളച്ചു. അപ്പം ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ കട്ട കുത്തും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ റവ ഇവിടെ സെറ്റായി. ഇനിയിപ്പോൾ അതാ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ അടുപ്പിലൊന്നും ചെയ്യ കൂട്ടാൻ പോയിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, കുട്ടികൾക്ക് നേരത്തെ സ്കൂൾക്ക് പോകണം. അപ്പോൾ പിന്നെ തീ പിടിപ്പിച്ചാൽ നേരം വെക്കുമാവോന്ന് കരുതിയിട്ട് ഞാൻ റൈസ് കുക്കറിൽ തന്നെ വെച്ചു. അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചേക്ക് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ നീച്ചിട്ടില്ല, മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഓല വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് വെള്ളമൊക്കെ വഹിച്ചപ്പോൾ ഞാൻ വേഗം ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഓലയൊന്നും കാത്തു നിന്നിട്ടില്ല. അങ്ങനെ അതൊക്കെ തിളപ്പിച്ച് ഞാൻ റൈസ് കുക്കർക്കടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മുരിങ്ങ താളിച്ചതും ബീഫ് വരട്ടും ഉണ്ടാക്കണം എന്നാട്ടോ കരുതുന്നത്. അപ്പോൾ അതിലേക്കുള്ള മുരിങ്ങയൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ്. കുറേ ദിവസമായി മുരിങ്ങ താളിച്ചത് കേട്ടോ. മുരിങ്ങ കൂട്ടിയിട്ട് കുറേ ദിവസമായി. അപ്പം ഇളയ മുരിങ്ങ ഇങ്ങനെ നമ്മളെ മുറ്റത്ത് ഉണ്ടായി കണ്ടപ്പോൾ ഒരു പൂതി. അപ്പോൾ ബീഫ് വരട്ടൊക്കെ മുരിങ്ങ താളിപ്പ് നല്ല രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കറിയിലേറെ ഇഷ്ടം എനിക്കിങ്ങനെ മുരിങ്ങ താളിച്ചതാണ് കേട്ടോ ബീഫിക്ക്. അപ്പോൾ അതാ മുരിങ്ങ വരുമ്പോൾ കുറച്ച് കോലും കൊള്ളിയൊക്കെ അതിൽ പെടുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കോലും കൊള്ളിയും പെട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലേ, വിറ്റാമിനാണ് വിറ്റാമിൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കോണ്ടി. അപ്പം ബീഫ് വേവിക്കാൻ വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ അകത്തു കൂടെ കടിച്ചേരി തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് മുരിങ്ങ വരണത്. അപ്പോൾ ഇതാട്ടോ ബീഫ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കാണുകൊണ്ടിട്ടാൽ അടിപൊളി റെസിപ്പിയാണ്, വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഈ ബീഫ് വരട്ടില്ലേ പൊറാട്ടയ്ക്കും നെയ്ച്ചോർക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതവിടെ സിമ്മിൽ കടന്ന് വേവട്ടെ. അപ്പോക്കിനി നമുക്കിതാ മുരിങ്ങ താളിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി മൂപ്പതിന് ശേഷം ഇതാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ചുവന്ന മുളക് കഴിക്കണം. അപ്പോൾ 2-3 മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് വേവിച്ച് കണ്ടതാ. ഇപ്പോൾ ജുമ്മയൊക്കെ കഴിഞ്ഞ് വന്നിക്കാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം വിളമ്പാണ് കേട്ടോ. അതിൽ മൂപ്പർക്ക് ക്ഷമല്ല ബീഫ് വരട്ടിൻ്റെ വാസന കണ്ടിട്ട് കേട്ടോ. എന്നിട്ട് ഓൽക്കുള്ളത് വേടുത്താണ് ബീഫ് അങ്ങോട്ട് കോരി എടുക്കണമൊക്കെയാണ്. അപ്പോൾ എന്നോട് പറയാം പൊറാട്ട അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ മാണ്ടീനിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ താളിപ്പേക്ക് ഞാൻ മുരിങ്ങ ഇടുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കിയെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒക്കെ കഴിഞ്ഞിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ വേണമെങ്കിൽ ഓഫാക്കിയിട്ടുണ്ടാവും. ഓർമ്മയില്ലാഞ്ഞിട്ടാണ് എന്തപ്പോൾ കാട്ടുകണ്. അപ്പോൾ അതാ ഞങ്ങൾ 3 കൂടി ചോറ് വയ്ക്കാമായിരുന്നു. അങ്ങനെ ചോറൊക്കെ വേഗം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടേനു. അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയതിന് ശേഷം മക്കൾ സ്കൂളിൽ വരാനായി. അപ്പോൾ വീണ്ടും കിച്ചണിക്ക് തന്നെ ഇറങ്ങി. ഇപ്പോൾ അതാ തേങ്ങയൊക്കെ ചിരകിയെടുക്കുകയാണ് കേട്ടോ. അത് എന്തിനാ അറിയാം, കുട്ടികൾക്ക് 4 മണിയാകുമ്പോഴേക്കിന് ചായക്കുള്ള കടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ട്. കുറച്ചൊന്നല്ല, നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് പൊടി പഞ്ചം തീർന്ന് കിട്ടുന്നതുകൊണ്ട് ഇത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടിക്കാണ്ട് ഇതുകൊണ്ട് പലതും ഉണ്ടാക്കി കഴിച്ചാട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇവിടെ വലിയ പോക്കൊന്നും പോകില്ല. അതിന് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ വേണം. എന്നാൽ തന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ലേന്ന് വിചാരിച്ചിട്ട് ചീത്തൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ്. അപ്പം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും അവർക്ക് തികയില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചലാണ് ഗോതമ്പ് പൊടി. അപ്പോൾ ഇതുപോലെ കുറച്ചീച്ച ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ട മാവ് കുഴക്കാൻ, അല്ലെങ്കിൽ വെള്ളം ഏറും. പിന്നെ വെള്ളം ഏറി കഴിഞ്ഞാൽ പിന്നെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇല്ലാത്തവർക്ക് പിന്നെ വെള്ളം ഏറി കഴിഞ്ഞാൽ എന്താ ശരിയാകില്ല കേട്ടോ.
പിന്നെ നമ്മളെ മേത്തേക്കിട്ട് കത്തിയും കൈക്കോട്ട് എടുത്ത് ആരും വരരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ തിളപ്പിച്ചവിടെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ അതാ അതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കോരിയിടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഗോതമ്പ് മാത്രമായതുകൊണ്ട് ചിലപ്പോൾ എണ്ണ കുടിക്കാൻ കുറച്ചൊക്കെ എണ്ണ കുടിക്കും കേട്ടോ. തീരെ എണ്ണ ഇല്ലാതെ നിൽക്കൂല. ഞാൻ അങ്ങനെ എണ്ണ തീരെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് റവപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ റവപ്പൊടി എന്നാണ് പറഞ്ഞതല്ലേ, റവ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അത് വോയിസ് കൊടുത്തപ്പോൾ അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോയപ്പോഴേ റവപ്പൊടി എന്നൊക്കെ ഇരിക്കണം. ഇനിയിപ്പോൾ റവപ്പൊടി പറഞ്ഞാണ്ട് വേറെ ഉണ്ടോയെന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. അങ്ങനെ അതാ ഇതുപോലെ ഈ ബ്രൗൺ കളർ ആകുമ്പോഴാണ് കേട്ടോ അത് എടുക്കേണ്ടത്. അടിപൊളി ടേസ്റ്റാണിത്. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് റിജുവിനെ അത് കണ്ടപ്പോൾ തന്നെ ചാടി കളിച്ചേന്. ഓൻ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ കണ്ടാൽ ഇഷ്ടപ്പെട്ടതാണെങ്കിലുണ്ടല്ലോ ഭയങ്കര ചെറിയൊരു ചാടിക്കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അവിടെ റെഡിയായി. ഇനിയിപ്പോൾ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. പിന്നെ ഇതിപ്പോൾ അത്ര വലിയ സാധനമൊന്നും വേണ്ടല്ലോ. വീട്ടിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ സോബിയാക്കില്ലേ ഗോതമ്പ് പൊടി കൊണ്ട് എന്തുണ്ടാക്കിയാലും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാകലില്ല. പക്ഷേ ഇതുണ്ടാക്കിയ പോക്കും നല്ല ഇഷ്ടമായിക്കണോളും കുറേ തിന്നുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇപ്പോൾ അതാ അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. റിജൂസ കണ്ടില്ല ഞങ്ങൾ എന്താ വാരി ഇങ്ങനെ എടുക്കുകയാണ്. മറ്റോല് കൊടുക്കും വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് കഴിയണീൻ്റെ ഇടയ്ക്ക് തന്നെ മേസമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണമൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഓൽക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ നമ്മൾ വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാ മുത്തുമണീസാളും നേരത്തെ പറഞ്ഞ മാതിരി ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.